എപ്പോഴൊക്കെ നീ നല്ലത് നിയ്യത്താക്കുന്നുവോ അപ്പോഴൊക്കെ നീ ഖൈറിലാണ്. നീ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പോലും നിന്റെ മനസ്സിൽ നീ നന്മ നിയ്യത്താക്കുന്ന സന്ദർഭത്തിലൊക്കെ നീ ഖൈറിലാണ്. കാരണം ഖൈറ് ചെയ്യാനുള്ള നിയ്യത്ത് ഏറ്റവും വലിയ അമലു സാലിഹാത്തിൽപ്പെട്ടതാണ്. ഞാൻ ഇന്ന നന്മകളൊക്കെ ചെയ്യും എന്ന് കരുതൽ പോലും വലിയ സൽക്കർമ്മത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നീ അമല് ചെയ്യുന്നില്ലെങ്കിൽ പോലും അത് ചെയ്യാൻ വേണ്ടി നീ നിയ്യത്താക്കി അന്ന് മുതൽ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. ശ്രദ്ധിക്കുക, അന്ന് മുതൽ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് സ്വഹാബത്തിനെ കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞത് 6 മാസം മുമ്പേ റമളാനിന് ഒരുങ്ങുന്നു. 6 മാസം മുമ്പേ അവർ റമളാനിന് വേണ്ടി ഒരുങ്ങിയിരുന്നു. എന്തിനാണ്? ആ പ്രതിഫലം നേടിയെടുക്കുവാൻ വേണ്ടി. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അദ്ദേഹം ആവർത്തിച്ചു പറയാറുള്ള ഒരു കാര്യമാണ്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നൽ അബ്ദൽ മുസ്ലിമ, ഒരു മുസ്ലിമായ മനുഷ്യൻ, ഇദാ മരിദ ഔ സാഫർ, ഒന്നുകിൽ രോഗിയായി അല്ലെങ്കിൽ യാത്രയിലാണ്, കുതിബ ലഹു മിനൽ അജ്ർ കമാ കാന യഅമലു മുഖീമൻ സഹീഹ, യാത്രക്കാരനല്ലാതെ രോഗിയല്ലാത്ത സന്ദർഭത്തിൽ ആ വ്യക്തി ചെയ്യുന്ന ഇബാദത്തുകൾക്ക് എത്രയാണോ പ്രതിഫലം അതൊക്കെ യാത്രക്കാരനും കൊടുക്കും, രോഗിയായ സന്ദർഭത്തിലും കൊടുക്കും. അമല് പക്ഷേ കുറവായിരിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് ആ വ്യക്തിക്ക് രോഗിയായപ്പോൾ നേരത്തെ ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തത്? ശരീരം ദുർബലമാണ്. പക്ഷെ അതിന്റെ പേരിൽ അള്ളാഹു പ്രതിഫലം കുറയ്ക്കൂല. സുബ്ഹാനല്ലാഹ്, റഹ്മാനായ റബ്ബിന്റെ കാരുണ്യം നോക്കൂ. ആരോഗ്യമുള്ള സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും രോഗാവസ്ഥയിൽ അതിന്റെ പ്രതിഫലമുണ്ട്. അതേപോലെ തന്നെ യാത്രക്കാർക്കും. കാരണം ആ മനുഷ്യന് അവസരമില്ലാത്തത് കൊണ്ടാണ് ചെയ്യാത്തത്. എന്നാൽ നന്മ ചെയ്യുന്ന ആളാണ്, അത് പതിവാക്കുന്ന ആളാണെന്ന് റഹ്മാനായ റബ്ബിനറിയാം. അവർക്ക് പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്, ഖുദ്സിയായ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇന്നല്ലാഹ കതബൽ ഹസനാത് വസ്സയ്യിആത് ثم بين ذلك فمن هم بحسنة فلم يعملها كتبها الله له عنده حسنة كاملة. ഒരു വ്യക്തി ഒരു നന്മ ഉദ്ദേശിച്ചു, പക്ഷെ അത് പ്രവർത്തിച്ചില്ല, എന്നാലും ഒരു സമ്പൂർണ്ണ നന്മ രേഖപ്പെടുത്തുന്നതാണ്. കാരണം മറ്റു പല തടസ്സങ്ങൾ കൊണ്ടും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ മനസ്സിൽ നിയ്യത്ത് വേണം. അതുകൊണ്ട് റമളാൻ വരുന്നു, നമ്മുടെ മനസ്സിൽ പ്ലാൻ ഉണ്ടാവണം. ഞാൻ ഇത്രയൊക്കെ ഖുർആൻ ഓതും, അത് സത്യസന്ധമായിരിക്കണം. ഞാൻ ഇത്ര ദൈർഘ്യമായി ഞാൻ നമസ്കരിക്കും ഖിയാമുൽ ലൈൽ, അതേപോലെയുള്ള ഇന്ന സൽക്കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്യുമെന്ന് പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി നമ്മൾ നിയ്യത്താക്കുക. എങ്കിൽ ഏതെങ്കിലും കാരണം കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റാതെ പോയാലും ഇൻഷാ അല്ലാഹ് അതിന് പ്രതിഫലമുണ്ട്. നമ്മുടെ നിയ്യത്ത് ഇഖ്ലാസോട് കൂടിയുള്ളതാണെങ്കിൽ.